എന്താ പറയുന്നത് പേര് തറ പേര് കാണിച്ചിട്ട് ഓൻ്റെ അല്ലേ ഞാൻ കളർ പറയുന്നില്ലല്ലോ. ഞാൻ ഓനെ എന്താ വിചാരിച്ചേ? ഞാൻ ഓനെ മാതിരി ഓൻ പൊട്ടൻ. ഓനോട് ആകെ പറയാനുള്ള ഉപദേശം പറയാം, എന്നെ പണ്ണാനും പ്ലാൻ പണം. ഇത് നിങ്ങൾ മറ്റേ ട്രോളന്മാർ വെട്ടിയിടണം. ഇത് വടിവേലിന്റെ സാധനം. എന്നെ പണ്ണാനും പ്ലാൻ പണം ഷമീറെ. ഈ ഒക്കെ സ്ക്രിപ്റ്റിനെ ഉള്ള ജീവിക്കുന്നത് ഞാനല്ല. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദി ഞാൻ മാസം കുഴപ്പമില്ല, അത് ലാസ്റ്റ് ഞാൻ മാസം. അപ്പൊ ഇതാണ് ഷമീറിന്റെ. ഹായ്, എല്ലാ ആൾക്കും നമസ്കാരം. പതിവ് പോലെ പുതിയൊരു വീഡിയോക്കകത്തോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റും കൂടെ ചെയ്തേക്കാം. ഇന്നലെ നമ്മളെ തൊപ്പി ഷമീർ ഇഷ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവൻ പോയിട്ട് ഇവൻ്റെ ടെസ്റ്റ് നടത്തിയെന്നും ആ ടെസ്റ്റിൽ എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണ് വന്നതും എന്നും ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയും ശേഷം സീക്രട്ട് ഏജൻറ്റ് വന്നിട്ട് ആ റിപ്പോർട്ട് പൊളിച്ച് മടക്കി കൈ കൊടുത്തു. ആ ലാബിൽ ആൾക്കാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ആ റിപ്പോർട്ട് ശരിയല്ല, ഞങ്ങൾ ഹയർ അതോറിറ്റിക്ക് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ റിപ്പോർട്ട് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയാനിടയായി. ശേഷം ഷമീർ എന്ത് ചെയ്യാണ്, വേറൊരു ലാബിൽ പോയിട്ട് പുതിയൊരു ടെസ്റ്റ് എടുക്കുകയാണ്, യൂറിൻ ടെസ്റ്റ്. അവിടെ ചെല്ലുന്ന സമയത്ത് യാദൃശ്ചികമായി ജാസി എന്തൊരു അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്. എന്നിട്ട് ജാസീനെ കണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു. ആ റിസൾട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നു. ആ കിട്ടിയ റിസൾട്ടിൽ എല്ലാം തന്നെ നെഗറ്റീവ് ആവുന്നു. ഇതും പറഞ്ഞ് അടുത്തൊരു വെല്ലുവിളി നടത്തിയപ്പം സായി എന്ത് ചെയ്തു, ആ വെല്ലുവിളിയും പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ്. അതായത് അവിടുന്ന് കൊടുത്ത ഒരു റിസൾട്ടിൻ്റെത് ഇവൻ ലിങ്കായിട്ട് അവൻ്റെ ലൈവിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് എന്താണ് ചെയ്തിട്ടുള്ളത്, അവൻ അതിൽ കൊടുത്തിട്ടുള്ള ഒരു SID നമ്പർ തിരുത്തിയിട്ട്, അതായത് അവൻ ആദ്യം കാണിച്ച റിസൾട്ടിൻ്റെ SID നമ്പറും അന്നത്തെ ഡേറ്റും കൊടുത്തിട്ട് പഴയ റിസൾട്ട് അതിനകത്തുനിന്ന് പൊക്കി. അതിൽ പൊക്കിയപ്പം അതിലേതോ ഒരു കണ്ടൻറ്റ് പോസിറ്റീവാണ്, എല്ലാം നെഗറ്റീവ് അല്ല, ഒന്ന് പോസിറ്റീവാണ്. ആ പോസിറ്റീവ് എന്തിനകത്തോട്ടോ ഇട്ടിട്ട് ഇവൻ അത് നെഗറ്റീവ് ആക്കിയിട്ടാണ് ആൾക്കാരുടെ ഇടയിലോട്ട് ഒരു റിസൾട്ട്, ഒരു ഫേക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബുദ്ധി വിവരമുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ സാധനം പുറത്തു വരുന്ന പൊട്ടൻ മറന്നുപോയി. അവൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഇന്നലെ വന്ന ലൈവിനകത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാണ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. സാഹി കൈയോടെ പൊക്കി. എന്താണെങ്കിലും നമുക്ക് ജാസിയും പിന്നെ ആരായിരുന്നു ഷമീറും കൂടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു കാഴ്ച കാണാം. അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്. ഇത് കഴിഞ്ഞ് കുറേ വായ്ത്താളൊക്കെ അടിക്കുന്നുണ്ട്. എന്തിനാണ് വെറുതെ, നമുക്ക് ആ വായ്ത്താളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് മെയിൻ പാർട്ടിലോട്ട് വരാം. ഈ ഒരു ലൈവാണ് രാവിലെ 1 മണിക്കൂറിൻ്റെ മേലെയുള്ള ലൈവാണ്. ഏതെന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് സായി ഉന്നയിക്കുന്ന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് ചെയ്തിരിക്കുന്ന യൂറിൻ ഷമീറിൻ്റെ തന്നെയാണെന്ന്. കാരണം 9 ദിവസം മുമ്പ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടിൽ ഒരു കണ്ടന്റ് പോസിറ്റീവാണ്. ഈ 9 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കുത്തിത്തിരിപ്പുണ്ട്, ഉടായ്പ മണക്കുന്നുണ്ട് എന്നുള്ളതാണ് സായി പറയുന്നത്. അപ്പോൾ ഇത് ജാസിയുടെ യൂറിനോ മറ്റാരുടെ യൂറിൻ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, വല്ല മലദ്വാരിലെങ്ങാനും കയറ്റി കൊണ്ടുവന്ന് അവിടെ നിന്ന് അത് ചേഞ്ച് ചെയ്തിട്ട്, അവൻ കയറുന്നതിന് മുമ്പ് ശരീരവും എല്ലാ കാര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ സാധനങ്ങളൊന്നുമില്ല, ഞാൻ ഫുള്ള് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിലും എന്തൊക്കെയോ ഒരു ക്രമക്കേടുള്ള പോലെ തോന്നി. ഒരു പക്ഷേ ജാസി ആദ്യമേ മൂത്രം പോയിട്ട് ഒരു ടോയ്ലറ്റിൽ സൂക്ഷിച്ച് വെച്ചിട്ട് രണ്ടാമതായിരിക്കാം ഷമീർ കയറിയത് എന്നുള്ള അലിഗേഷൻസും സംശയങ്ങളെല്ലാം സായി കൃഷ്ണ അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. എന്താണെങ്കിലും സായി ഷമീറിന്റെ കള്ളത്തരം പൊളിച്ചെടുക്കുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ. പേര് കാണിച്ചിട്ട് ഓൻ്റെ അല്ലേ ഞാൻ കളർ പറയുന്നില്ലല്ലോ. ഞാൻ എന്താ വിചാരിച്ചേ? ഞാൻ ഓനെ മാതിരി ഓൻ പൊട്ടൻ. ഓനോട് ആകെ പറയാനുള്ള ഉപദേശം പറയാം, എന്നെ പണ്ണാനും പ്ലാൻ പണം. ഇത് നിങ്ങൾ മറ്റേ ട്രോളന്മാർ വെട്ടിയിടണം. ഇത് വടിവേലിന്റെ സാധനം. എന്നെ പണ്ണാനും പ്ലാൻ പണം ഷമീറെ. ഈ ഒക്കെ സ്ക്രിപ്റ്റിനെ ഉള്ള ജീവിക്കുന്നത് ഞാനല്ല. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദി ഞാൻ മാസം കുഴപ്പമില്ല, അത് ലാസ്റ്റ് ഞാൻ മാസം. അപ്പൊ ഇതാണ് ഷമീറിന്റെ SID നമ്പർ. അതായത് ഞാൻ ഷമീറിനെതിരെ അലിഗേഷൻ ഉന്നയിച്ച ഇവൻ തിരുത്തി എന്ന് പറയുന്ന ഇവന്റെ 18/6/2026 ഡ്രഗ് ടെസ്റ്റിന്റെ റിസൾട്ടാണ്. ഇത് ഞാനായിട്ട് ഈ പറഞ്ഞ ലാബുകാർ അയച്ചു തന്നതോ ഞാൻ ലാബിൽ കൊണ്ടുവന്നതോ അല്ല. ഷമീർ ഇന്നിട്ട ഓന്റെ ഡ്രഗ് ടെസ്റ്റിന്റെ ലിങ്കിനകത്ത് കയറി ഓന്റെ ഓൾഡ് SID നമ്പർ ഓന്റെ വീഡിയോന്റെ അകത്ത് തന്നെ ബ്ലർ ആവാതെ സ്ഥലത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം ഞാൻ എടുത്ത് അത് ഞാൻ കൊണ്ടുവന്നിട്ട് സുപ്രീന്റെ അവിടെ പേസ്റ്റ് ചെയ്ത് അതിനപ്പുറത്ത് ഇതിന്റെ ഡേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഇതിന്റെ എന്ത് കിട്ടും നമുക്ക്, ഓൾഡ് റിസൾട്ട്. ഇതിന് റിസൾട്ടിന്റെ ഫോക്കസ് ചെയ്യും. റിസൾട്ട് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് THC പോസിറ്റീവ് ആണോ? ഇയാൾ പോസിറ്റീവ് ആണോ? അല്ലേ? പോസിറ്റീവ് അല്ലേ? അതെ, അത് പോസിറ്റീവാണ്. പക്ഷെ എന്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവൻ്റെ യൂട്യൂബ് ചാനൽ വഴി വിട്ട റിസൾട്ടിൽ അത് നെഗറ്റീവായി കിടന്നു? ഇത് ഇവർ ലൈവായിട്ട് കാണിക്കുന്നതാണ്. ആ ലിങ്കിൽ എൻ്റർ ചെയ്ത് ഡേറ്റും ആ ഒരു നമ്പറും അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ തന്നെ എടുക്കുന്ന റിസൾട്ടാണ്. അപ്പം അവൻ കാണിച്ച റിസൾട്ട് എഡിറ്റഡും ഇപ്പം കാണിക്കുന്ന റിസൾട്ട് ഒറിജിനലുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് നെഗറ്റീവ് പോസിറ്റീവ് ആയതെന്ന് ഊഹിക്കാമല്ലോ. ഇതിൽ വിറ്റെന്താ വെച്ചാൽ അവനെ ഉമ്മാനെ പിടിച്ച് വരെ സത്യം ചെയ്യുന്നു. ഉമ്മയാണ് എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടി എടുക്കുന്നത്? ഇങ്ങനെയുള്ള തള്ളന്മാരെയൊക്കെ വെറുതെ എന്തിനാ പ്രാക്ക് വെപ്പിക്കുന്നത്? ഈ കള്ളസത്യം ചെയ്തിട്ട് അവർക്ക് എന്തിനാ വെറുതെ ഓരോ അസുഖങ്ങളും വയ്യായ്മകളൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തി കൊടുക്കുന്നത്? നുണ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊപ്പി നാട് വിട്ട് പിന്നെ അവൻ്റെ പൊടി പോലും ഇല്ല. യവനാണെങ്കിൽ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുക. ആ റിസൾട്ട് ഉണ്ട്, ഈ റിസൾട്ട് ഉണ്ട്, ഇത് പോസിറ്റീവാണ്. ഫുൾ എഡിറ്റ്, ഫുള്ള് സ്ക്രിപ്റ്റ്. വേറെ വല്ല പണിക്കും പോകാൻ ഇത് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇപ്പോൾ അരിയണ്ണൻ്റെ സ്കോർ 2, നിന്റെ സ്കോർ 0. അല്ലേ? പോസിറ്റീവ് അല്ലേ? തെറ്റല്ലതാ, പോസിറ്റീവാണ്. ഇതാണ് ഇവന്റെ റിസൾട്ട്. ഓക്കെ, ഇതാണ് ഇവന്റെ റിസൾട്ട്.
ഇത് പോസിറ്റീവ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. എല്ലാവരും ഈ മെത്തേഡ് ചെയ്ത് നോക്കണം. ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് കൊടുക്കാം ഇത് എങ്ങനെ ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത്. ഷമീറിന്റെ ആദ്യത്തെ യൂറിൻ ടെസ്റ്റിന്റെ SID നമ്പറും അന്നത്തെ ഡേറ്റും വെച്ചിട്ട് ഇപ്പത്തെ ഓണിട്ട ലിങ്ക് കയറുക, എന്നിട്ട് അതിന് അടിയിലുള്ള HTTP കയറുക, അതിനകത്ത് ഇപ്പൊ കൊടുത്തുള്ള SID നമ്പറും ഡേറ്റും മാറ്റുക, പഴയ SID നമ്പറും ഡേറ്റും കൊടുത്താൽ അവന്റെ പഴയ റിസൾട്ടിൽ ഓന് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് പോസിറ്റീവ് ആണ്. എങ്ങനെ ഷമീറെ ഈ പറഞ്ഞ 18-ാം തീയതിയിൽ നിന്ന് ഇന്ന് ഡേറ്റ് 27, ഈ 9 ദിവസം കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന ഒരു തന്ത്രം? അല്ലെങ്കിൽ ലാബിന്റെ പ്രശ്നമായി ലാബുകാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ലാബല്ലേ? ആദ്യം തന്നെ ഇവൻ ഈ ഉടായ്പ കാണിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഹയർ അതോറിറ്റിക്ക് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുന്നു. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തോ? വീണ്ടും അവൻ നിങ്ങളുടെ ലാബിൽ തന്നെ വന്നു, വീണ്ടും അവൻ ഉടായ്പ കാണിച്ചു. ഈ മൂത്രത്തിന്റെ പ്രശ്നം എന്താ അറിയോ? ഇത് ഓന്റെ മൂത്രത്തിന്റെ ആണോ എന്ന് പറയാൻ വേണ്ടി. കാരണം എന്താ, ഇന്ന് നോക്കുമ്പോൾ ഈ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ജാസി പടച്ചവനെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ കയറി ലൈവിട്ട് കയറുമ്പോൾ ജാസി അവിടെ നിൽക്കും. അപ്പൊ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സ്ക്രിപ്റ്റിന്റെ ഊക്കുകൾ കാണാം. ഇപ്പൊ ഞാൻ എങ്ങനെ പറയുന്നു നിങ്ങളോട്, ഇന്നത്തെ ടെസ്റ്റ് വന്നിട്ട് ഫുൾ നെഗറ്റീവ് ആണെങ്കിൽ 9 ദിവസം മുമ്പ് ഈ ചങ്ങായി ടെസ്റ്റ് ചെയ്തതിന് ടെട്രാ ഹൈഡ്രോ കാനബീസ് പോസിറ്റീവ് ആയിരുന്നു. അത് ഇന്ന് നെഗറ്റീവ് ആയത് എങ്ങനെയാണുള്ളത് അതിൽ എനിക്കൊരു സംശയം. ഞാൻ കൺഫേം ആയിട്ട് പറയും, എന്റെ സംശയമാണ് ഞാൻ പറയുന്നത്. ഇന്ന് എങ്ങനെ നെഗറ്റീവ് ആയിരുന്നത്? കാരണം ഇന്ന് എന്തായാലും നല്ല സംശയമാണ്. ചാനലിന്റെ പേരിനോട് 100% നീതി പുലർത്തിയ ക്യാരക്ടർ തന്നെയാണ് സീക്രട്ട് ഏജന്റ്. ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രഹസ്യാന്വേഷണങ്ങൾക്ക് പുള്ളി എന്തുകൊണ്ടും നല്ലൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. എടാ വല്ല പണിക്കും പോടാ ഷമീറെ, എന്തിനു നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലടാ. ഒന്നെങ്കിൽ കള്ളം പറയാൻ എന്താ പിടിച്ചു നിൽക്കാൻ പഠിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പറയല്ലേ. ഇതെല്ലാം പൊളിയാണല്ലോ. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 8 നില പൊട്ടി പാളീസായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോന്നടാ? അല്ലെങ്കിലും ജാസി നീ വന്ന അതേ സ്ഥലത്ത് തന്നെ, നീ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന അതേ സ്ഥലത്ത് തന്നെ യാദൃശ്ചികമായി നിന്നേക്കാൾ കുറച്ച് സമയം മുമ്പ് അവിടെ വന്നിട്ട് ഇതാക്കി ഫ്രണ്ടിൽ തന്നെ നിന്ന് നിങ്ങൾ അവരെ കണ്ട് യാദൃശ്ചികമായി കണ്ട്, അത് അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടി വരെ വന്നു. ഇതൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്, ഇത്ര സമയം മുമ്പേ നിങ്ങൾ അവിടെ പോയി എല്ലാം സെറ്റായി നിന്നു എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതെന്ന് ആർക്കും ഊഹിച്ചൂടെ? നിങ്ങൾ ഒളിവിലാന്നൊക്കെയല്ലേ പറഞ്ഞു. ഇപ്പോൾ പല രണ്ടാളും 2 സ്ഥലത്തായിരിക്കുമല്ലോ. തൊട്ടടുത്ത് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പാകത്തിന് ലാബൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിലും അവൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം തൊട്ട തലേ ദിവസം നിന്നോട് പറയാതിരിക്കൂ. നീ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരോട് എല്ലാവരോടും മമ്മൂനെ എല്ലാവരോടും പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അവരാരും ആ സമയത്ത് വന്നിട്ടില്ലായിരുന്നു. മമ്മൂന്നും കൂടെ ടെസ്റ്റിന് വന്നിട്ടില്ല. അപ്പോൾ ഈ ടെസ്റ്റിന് പോകുമ്പോഴും നീ ആരോടും പറയാതെ പോയി ടെസ്റ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാൻ പാകത്തിന് മണ്ടന്മാരല്ല കാണുന്ന ആൾക്കാർ. ഞാൻ ആദ്യം മുതലേ ഈ പറഞ്ഞ തൊപ്പിന്റെ ഇഷ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ജാസി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വിഷയത്തിലെ പാമ്പ്. ഇതിൽ കുത്തിരിപ്പ് ഓനാണ് ഇതിന്റെ പ്ലാനിങ്, പ്ലോട്ടിങ്, സ്ക്രിപ്റ്റിംഗ് എല്ലാ പരിപാടിയും. മനസ്സിലായോ? ഇന്ന് ഓൻ അവിടെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ റിസൾട്ട് നെഗറ്റീവ് ആവുന്നത് എനിക്ക് ഉറപ്പായി. ആദ്യം മുതലേ ലൈവ് വേണം. കാരണം ഓൻ്റെ ഈ മിണ്ടാതിരുന്ന ആൾക്കാരുടെ വായയിലെ കോലിട്ട് കുത്തി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാകും മോനെ ഷമീറെ? എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു? റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടിയല്ല നെഗറ്റീവാണ്, സംശയമുള്ള ആൾക്കാർ പോയി അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ചാലഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ഡ്രഗ് റിസൾട്ട് നീ അത് ഉപയോഗിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തിട്ടില്ല, ഞാൻ വേണമെങ്കിൽ എവിടെ പോയിട്ടും ടെസ്റ്റ് ചെയ്ത് തള്ളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചാലഞ്ച് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരാണ് നാറിയത്? നാണക്കേട് നിനക്കുണ്ടായി. നീ നിൻ്റെ ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്തു. ഇത് കാണുന്ന ആ സ്ത്രീൻ്റെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്ക്. അല്ലെങ്കിലേ നീ വീട്ടിൽ നിന്ന് പുറത്ത്. ഇതും കൂടെ കണ്ടിട്ട് ഇത്തിരിയെങ്കിലും 1% ഉള്ള ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും വെറുതെ ഇല്ലാതാക്കണം. എൻ്റെ മക്കളെ, ഈ വക സാധനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വ്യൂവേഴ്സ്, അവരുടെ സപ്പോർട്ടേഴ്സ്, ഫോളോവേഴ്സ്, അവരെ വേണം ആദ്യം ചാട്ടക്കടിക്കാൻ. എന്ത് കണ്ടിട്ടാണ് ആ സാധനത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾക്കാരെ, അവരുടെ ക്യാരക്ടർ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലോ. നിങ്ങളെ പല ഈ തൊപ്പീൻ്റെ കൂടെയുള്ള ലൈവിൽ എല്ലാത്തിലും കാണുന്നതല്ലേ. ഇപ്പോൾ അവർ തന്നെ വന്ന് സ്വയം എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, തൊപ്പി ഇവർക്ക് നേരെ എറിഞ്ഞ ചളി, ഇവർ തൊപ്പിക്കെതിരെ എറിഞ്ഞ ചളി, ഇതെല്ലാത്തിലും ഇവർ തന്നെ സമ്മതിക്കുന്നു ഞങ്ങൾ തെറ്റുകാരാണെന്ന്. ഇവർക്ക് മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്. അവർ ചെയ്യട്ടെ, മാറാൻ പറ്റുമെങ്കിൽ മാറട്ടെ. ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാതെ മുമ്പോട്ട് അവരുടേതായ ഒരു കരിയർ അവർ ബിൽഡ് ചെയ്ത് എടുക്കട്ടെ. കഴിഞ്ഞു പോയതൊക്കെ പാസ്റ്റായിട്ട് കണക്കാക്കാം. എന്നിരുന്നാലും മുമ്പോട്ട് പോകുന്നൊരു അവസരം കിട്ടിയിട്ടും ആ കിട്ടിയ അവസരത്തിൽ ഇതേമാതിരി മായം കലർത്തി ഇങ്ങനത്തെ തൊട്ടി പരിപാടി കാണിക്കുന്നത് ശരിയാണോ ഷമീറെ? ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ